ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തകർ അഥവാ ആൻറ്റി ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റുകൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പരിഹാസ ചോദ്യമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ആൾക്കാരെ തലയിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ ഇസ്ലാമോഫോബിയ നമ്മൾ പറയുന്നത് ആൾക്കാരെ ഭീഷണിയുടെ മുൾമുളയെ നിർത്തി പറയിക്കുക, അല്ലെങ്കിൽ അവരെ മാറ്റുന്നത് നമ്മൾ അക്രമത്തിലൂടെയാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഇവിടെ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം അഥവാ ഇസ്ലാമോഫോബിയ വിരുദ്ധ എഴുത്ത് എന്ന് പറയുന്നത് കൃത്യമായ പഠനങ്ങൾ, ഡേറ്റയുടെ നിർമ്മാണം, കൃത്യമായ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് നമ്മൾ അതിൻ്റെ പഠനങ്ങളും എഴുത്തുകളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായ ഒരു സയൻറ്റിഫിക് ബേസിസ് ഇതിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു വിഷയത്തിൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയുമ്പോൾ വേറെ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഇസ്ലാമോഫോബിയ എന്ത് നിങ്ങൾ പറയാത്തത്, ഒന്ന് ആ ഇസ്ലാമോഫോബിയ എന്ത് പറയാത്തത്, ഇത് ഇസ്ലാമോഫോബിയ ആണോ മറ്റേ ഇസ്ലാമോഫോബിയ ആണോ എന്ന് പറഞ്ഞ് പരിഹാസപൂർവ്വം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് അത്ര ആൾക്കാരുടെ ഉദ്ദേശം ഒന്ന് അവരുടെ കൺമുന്നിൽ കാണുന്ന ഒരു ഇസ്ലാമോഫോബിയ എന്ന പ്രവർത്തനത്തെ മറച്ചു പിടിക്കുക അല്ലെങ്കിൽ മാറ്റിവെക്കുക എന്നുള്ളതും, ഇവർ ഈ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തകരെല്ലാം തന്നെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതാണ് എന്ന് അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഓഫ് ബ്ലെയിം നടത്തി എവരാണ് കുഴപ്പമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കി കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ CPM എന്നുകാർ പറയുന്ന എന്തെങ്കിലും ഒരു ഇസ്ലാമോഫോബിയ ചൂണ്ടിക്കാണിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് കോൺഗ്രസ്സുകാരുടെ ഇസ്ലാമോഫോബിയെക്കുറിച്ച് പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് വരും. ഇവിടെ ഇനി കോൺഗ്രസ്സുകാരുടെ ഇസ്ലാമോഫോബിയ നമ്മൾ പറയുന്നതെങ്കിൽ CPMകാരുടെ ഇസ്ലാമോഫോബിയ എന്ത് പറയാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ചില ആൾക്കാർ ചോദിച്ചുകൊണ്ട് വരും. ഇങ്ങനെ നമ്മൾ പലതരം ആൾക്കാർ കാണാറുണ്ട്. ഇനി അതുപോലെ തന്നെ ചില ആൾക്കാർ വന്നിട്ട് ഈ എന്തെങ്കിലും നമ്മളൊരു വിമർശനം പറയുമ്പോൾ അതെന്ത് ഇസ്ലാമോഫോബിയ അല്ലേ, ഇനി നമ്മൾ എന്തെങ്കിലും ന്യായം പറഞ്ഞാലോ അപ്പോഴും അവിടെ അതിലെന്ത് ഇസ്ലാമോഫോബിയ ഇല്ലാത്തത്, നിങ്ങൾ എന്തെങ്കിലും പറയാത്തത്, ഇനി ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം പറയുമ്പോൾ ഇതെന്ത് നിങ്ങൾ പറയാത്തത് എന്ന് പറയുന്ന ചില കളിയാക്കലുകൾ, വംശീയപരമായ ആക്രമണങ്ങൾ നമുക്ക് പലപ്പോഴും കണക്കാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒന്ന് ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു അക്രമ പ്രവർത്തനമോ ആൾക്കാരെ ഭീഷണിപ്പെടുത്തി അവരെ ഭീഷണിയിലൂടെ മുൾമുനയെ നിർത്തി മാറ്റിയെടുക്കുന്ന പ്രവർത്തനമോ അല്ല. ഇതൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വംശീയതയ്ക്കെതിരെ നമ്മൾ നിലപാടെടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ശാസ്ത്രീയമായി തന്നെ അടിത്തറയുണ്ട്. നമ്മുടെ ഡേറ്റ നിർമ്മാണമുണ്ട്, നമ്മുടെ മെക്കാനിസങ്ങളുണ്ട്. ഒരു ശാസ്ത്രീയ പഠനം എങ്ങനെയാണോ നടത്തുന്നത് അതിൻ്റെ എല്ലാ ടൂളുകളും ഉപയോഗിച്ചുകൊണ്ടും അതിൻ്റെ എല്ലാ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം ചെയ്യുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ഒരു വേറൊരു പരിപ്രേക്ഷ്യത്തിൽ പറയുകയാണെങ്കിൽ ഇസ്ലാമോഫോബിയ വിരുദ്ധ പ്രവർത്തനം ഇസ്ലാമോഫോബിയ എന്നത് ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല, കേവലമായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മാത്രം പ്രവർത്തനമായിട്ടല്ല. അതിൻ്റെ ഉൽപ്പാദനത്തിലും നമുക്ക് ഹിന്ദു ഫാഷിസം എന്ന് പറയാമെങ്കിൽ കൂടിയും അതിൻ്റെ പ്രവർത്തനത്തിൽ ഈവൻ മുസ്ലിങ്ങൾ പോലും നമുക്ക് ഇസ്ലാമോഫോബിയ മാറുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതാണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമോഫോബിയാണോ ഇത് ഇസ്ലാമോഫോബിയാണോ എന്ന് ചോദിച്ചു വരുന്നവരെല്ലാം തന്നെ അവരുടെ എല്ലാം അടിസ്ഥാനപരമായി ഒന്നുകിൽ അവർ ചിലപ്പോൾ ഇസ്ലാമോഫോബികളായിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർ പറയുന്ന ഇസ്ലാമോഫോബിയ മറച്ചു പിടിക്കാനുള്ള അവരുടെ തന്നെ ഒരു വ്യഗ്രത അതിന് പിന്നിൽ കടക്കാൻ കഴിയുമെന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്.